ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇട്ട വീഡിയോസിന് താഴേക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ടായിരുന്നു. കൂടുതലും ഏജൻസീസിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഈ ജോബ് വേക്കൻസി ഉണ്ടോ, ഇന്ന റോൾസിന് വേക്കൻസി ഉണ്ടോ, ഇങ്ങനെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്, ഈ ഒരു ഡെസിഗ്നേഷന് വേക്കൻസി ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള റിപ്ലൈ എന്ന് പറയുന്നത് ജോബ് പോർട്ടൽസിൽ സെർച്ച് ചെയ്ത് നോക്കൂ, ജോബ് പോർട്ടൽസ് വഴി അപ്ലൈ ചെയ്യൂ എന്നുള്ള പോലെയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു ഏതൊക്കെയാണ് ഈ ജോബ് പോർട്ടൽസ്, ലക്സംബർഗിൽ ജോലി കിട്ടാൻ സഹായിക്കുന്ന ജോബ് പോർട്ടൽസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എവിടെയൊക്കെ കയറിയിട്ടാണ് നമുക്ക് ജോബ് സെർച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ. സോ ഇന്ന് എക്സ്ക്ലൂസീവ്ലി ഞാൻ വേറെ ഒന്നും സംസാരിക്കുന്നില്ല, ലക്സംബർഗിൽ ഉള്ള ജോലികളൊക്കെ ഏതൊക്കെ പോർട്ടൽസിലാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ ഞാൻ ഈ പറയുന്ന വെബ്സൈറ്റൊന്നും സ്കിൽഡ് ജോലികൾക്ക് മാത്രമുള്ളതല്ല, അൺസ്കിൽഡ് ജോലികൾക്ക് മാത്രമുള്ളതല്ല. നിങ്ങൾ ലക്സംബർഗിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇവിടെ ജോലി നോക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓപ്പണിങ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് വെബ്സൈറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഓരോ വെബ്സൈറ്റിലും പോയിട്ടും ജസ്റ്റ് അതിൻ്റെ ഒരു ഇന്റർഫേസ് കാണിച്ചു തന്നിട്ടും എങ്ങനെയാണ് ജോലി സെർച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടും, പിന്നെ ഓരോ വെബ്സൈറ്റിലും ഏതൊക്കെയാണ് ജോലികൾ ഉണ്ടാവുക, ഏതൊക്കെ സെക്ടേഴ്സിലാണ് ജോലികൾ ഉണ്ടാവുക, പിന്നെ ജോബ് സെർച്ച് ഇതിലൊക്കെ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടും ഞാൻ ചെറുതായിട്ട് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകട്ടോ. സോ ആദ്യത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.work-in-luxembourg.lu. ഈ വെബ്സൈറ്റുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. സോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സൈറ്റ്. ലെഫ്റ്റ് സൈഡിൽ മേലെ ജോബ് ഓഫേഴ്സ് കാണുന്നുണ്ട്. ഈ പേജ് ഇംഗ്ലീഷിലായിരിക്കും. പിന്നെ സെക്ടർ, കോൺട്രാക്ട് ടൈപ്പ്, കോൺട്രാക്ട് നേച്ചർ, എഡ്യൂക്കേഷൻ ലെവൽ, വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ ജോലികളാണോ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കമ്പനീൻ്റെ പേര് വെച്ചിട്ടോ പൊസിഷൻ വെച്ചിട്ടോ ഒക്കെ ടൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന ജോബ് പേജ് എന്ന് പറഞ്ഞാൽ വേറെ ലാംഗ്വേജിലായിരുന്നു. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഗ്രാജുവേറ്റ് നേഴ്സിൻ്റെ ജോലിയാണ്. സോ റിക്വയർഡ് ലാംഗ്വേജസ്, പിന്നെ എന്തൊക്കെ ഡിഗ്രീസാണ് വേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അൺസ്കിൽഡ് എന്നുള്ള പോലെയല്ല, കൂടുതലും സ്കിൽഡ് ജോലികളാണ് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ ഓരോരോ ജോബായിട്ട് ജസ്റ്റ് എടുത്ത് കാണിക്കുകയാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്താൽ മതി. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ജോലികളും ഇതിൽ ലിസ്റ്റഡ് ആണ്. ഞാൻ വെറുതെ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞ ഇത് വെച്ചിട്ടൊന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലും ഈ നേഴ്സ് കാര്യങ്ങൾ, അങ്ങനെ മെഡിക്കൽ റിലേറ്റഡ് സാധനങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെയൊക്കെ റിക്വയർഡ് ലാംഗ്വേജസിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അല്ലാതെ വേറൊരു ലാംഗ്വേജും കൂടെ കമ്പൽസറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്നാണ്. നഴ്സിംഗ് ഡിപ്ലോമയും ഓത്തറൈസേഷൻ ടു പ്രാക്ടീസും ആവശ്യമാണ്. അതേപോലെ തന്നെ ലാംഗ്വേജസും പിന്നെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ സൈറ്റ് കയറിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ കൊമേഴ്ഷ്യൽ ജോബ് വേക്കൻസീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ ലക്സംബർഗിൽ ലഭ്യമാണ്. മിക്കവാറും നാട്ടിൽ നിന്നും അതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഏതൊക്കെയാണെന്നുള്ളത് വൺ ബൈ വൺ നമുക്ക് നോക്കാം. ഒന്നാമത്തത് monster.lu ആണ്. സോ ഇതാണ് monster.lu. ബൈ ഡിഫോൾട്ട് പേജ് ഫ്രഞ്ചിലായിരിക്കും, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ കോമൺ ആയിട്ടുള്ള സെക്ടേഴ്സും കാര്യങ്ങളൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഡയറക്റ്റ്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ലോജിസ്റ്റിക്സ് ആണ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഓപ്പണിങ്സ് ഒക്കെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതല്ലാണ്ട് നമ്മൾ ഹോം പേജിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് യുവർ CV എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ട്. സോ നമ്മൾ CV അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിക്രൂട്ടേഴ്സ് അല്ലെങ്കിൽ ഹയർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ CV കാണാൻ പറ്റും. അതേപോലെ തന്നെ അവർക്ക് നമ്മളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടറിലുള്ള പോസ്റ്റുകൾ നോക്കാം. ഈ ഒരു പോസ്റ്റ് കണ്ടോ, അത് ഫ്രഞ്ചിലാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ മിക്കവാറും ഇങ്ങനെ വേറെ ലാംഗ്വേജിൽ ലിസ്റ്റ് ചെയ്യുന്ന ജോബ്സിനൊക്കെ നമ്മൾ ആ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. പിന്നെ അവരുടെ കമ്പനീനെ പറ്റിയിട്ടും പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടു അപ്ലൈ എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് അധികം ജോബ്സ് ലിസ്റ്റഡ് ആയിരുന്നു. ചിലതൊക്കെ ഇംഗ്ലീഷിലായിരുന്നു, ചിലതൊക്കെ ഫ്രഞ്ചിലോ അല്ലെങ്കിൽ ജർമ്മനിലോ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് പേര് ചോദിച്ച ലാബ് ടെക്നീഷ്യൻ്റെ ഒരു ഓപ്പണിങ്ങും ഞാൻ കണ്ടിരുന്നു കേട്ടോ. സോ ഇതാണ് ആ ഓപ്പണിംഗ്. jobs.lu. ഞാൻ താഴെ സിസ്റ്റം വെച്ചിട്ടുണ്ട് ജസ്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് jobs.lu എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നോക്കാം. ഇത് കാറ്റഗറി വൈസ് ആയിട്ട് തന്നെ ഫ്രണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഓരോ കാറ്റഗറിയിലും ഓരോ സെക്ടറിലും എത്ര ഒഴിവുകളാണുള്ളത് അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലൊക്കേഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ലക്സംബർഗും പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്ന നെയ്ബറിങ് കൺട്രീസ് ബോർഡർ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഒഴിവുകളും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊരു വെയർ ഹൗസ്, ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ് ജോബ് എന്ന് പറഞ്ഞ കാറ്റഗറി എടുക്കാം. ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ആമസോൺ, ഡെലീസ് പോലത്തെ ഗ്രൂപ്പുകളൊക്കെയാണ്. അത് വലിയ ആമസോണിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ ചെറിയ വെയർ
ഹൗസ് ജോലികൾ എന്നുള്ള പോലെ ആയിരിക്കില്ല, വലിയ വലിയ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വലിയ വലിയ റോൾസ് ആയിരിക്കും. പിന്നെ ഡെലൈസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടുത്തെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ചെയിനാണ്. നമ്മളതൊന്നും അല്ലാണ്ട് സാധാ പോലത്തെ ഒരു ജോലി നോക്കാം. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഡെലിവറി ഡ്രൈവറിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ പേജ് ഓപ്പൺ ചെയ്തപ്പോൾ ജർമ്മനിലായിരുന്നു. പിന്നെ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്നൊക്കെ. സോ ഫ്ലുവൻറ്റ് ഇൻ ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ താഴെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബട്ട് അവർ ചോദിച്ചിട്ടുണ്ട് ആർ യു ലീഗലി ഓത്തറൈസ്ഡ് ടു വർക്ക് ഇൻ ലക്സംബർഗ്. സോ വർക്ക് പെർമിറ്റ് ഉള്ള ആൾക്കാരെ ആയിരിക്കും മിക്കവാറും അവർ നോക്കുന്നുണ്ടാവുക. പിന്നെ വീണ്ടും വേറെ ഒരു വെയർ ഹൗസ് വർക്കർ ഡ്രൈവർ എന്നുള്ള പോലെ ഒരു ജോബ് കണ്ടു. എടുത്തു നോക്കി, പറഞ്ഞ പോലെ വേറെ ലാംഗ്വേജിലായിരുന്നു ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട്. സോ ഒരുപാട് ആൾക്കാർ ഇതേപോലത്തെ ജോലികളൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് യു ലിവ് ലെസ് ദൻ 50 കിലോമീറ്റർ ഫ്രം ലക്സംബർഗ്. ഇവിടുത്തെ ആൾക്കാരെയാണ് വേണ്ടത്. പിന്നെ ഉള്ളതാണ് jobfinder.lu. ഞാൻ നോക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അൺസ്കിൽഡ് ജോലികൾ കണ്ടിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിരുന്നു കേട്ടോ ഈ jobfinder.lu എന്ന് പറയുന്നത്. പിന്നെ ആസ് ഓൾവേസ് വേറെ ലാംഗ്വേജിലായിരുന്നു ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പോയി ട്രാൻസ്ലേറ്റ് ചെയ്തു ഇംഗ്ലീഷിലേക്ക്. അങ്ങനെ നമുക്ക് ഓരോ ജോബ് സൈറ്റ് എടുത്ത് നോക്കാം. ഇതിലും ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഏത് ലാംഗ്വേജിലാണോ ഉള്ളത് നിങ്ങൾക്ക് ആ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. സോ അവർ ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയില്ല ഇന്ന ലാംഗ്വേജ് വേണം, ഫ്ലുവൻസി ഉണ്ടാവണം എന്നുള്ള പോലെ. നമ്മളിങ്ങനെ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തിട്ട് ഫ്രഞ്ചിലുള്ള ഒരു സാധനം ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും അവർ ചോദിക്കും. സോ ഇപ്പോൾ ഒരു വെൽഡർ എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് കണ്ടു. അത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുകയാണ്. അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങളുടെ പ്രൊഫൈൽ അവർ മെയിനായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് യു സ്പീക്ക് ജർമ്മൻ ആൻഡ് ലക്സംബർഗിഷ്. അതിനുശേഷം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും സർട്ടിഫിക്കറ്റ്സും ഇമെയിൽ വഴിയോ പോസ്റ്റ് വഴിയോ എങ്ങോട്ടാണ് എന്താ പറയുക അയക്കേണ്ടത് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. സോ ഏജൻറ്റ് വഴി അങ്ങനെയൊന്നുമല്ല, ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലസ് അവർ കൃത്യമായിട്ട് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഓപ്പണിംഗ് കണ്ടു. അത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ അവരുടെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുള്ളത് ഫ്ലുവൻറ്റ് ഇൻ ലക്സംബർഗിഷ്, ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ ആണ്. പിന്നെ അഡ്വാൻറ്റേജസിൽ മാത്രമാണ് അവർ ഇംഗ്ലീഷും പോർച്ചുഗീസും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ഒക്കെ അറിഞ്ഞിരുന്നാൽ നല്ലത് എന്നുള്ള പോലെ കൊടുത്തിട്ടുള്ളത്. സോ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കാഷ്യർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് കണ്ടു. ഇവിടുത്തെ ഒരു പാർക്കിലാണ്. ഈ പാർക്കിൽ നമ്മൾ പോയിട്ടുണ്ട്. ഇവിടെയും അവർ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ലാംഗ്വേജസ് ആണ് ലക്സംബർഗിഷ്, ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷും കൂടെ അറിഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആണ് എന്ന് മാത്രം. സോ ഫിക്സ്ഡ് ടേം കോൺട്രാക്റ്റ് ആണ്, 6 മാസത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ജോലി ഉള്ളത്. അതേപോലെ തന്നെ ഒരുപാട് ജോലികൾ ഇതിൽ ലിസ്റ്റഡ് ആയിരുന്നു. കുറേ കൂടെ അൺസ്കിൽ ജോലികൾ ഞാൻ കണ്ട ഒരു വെബ്സൈറ്റും കൂടിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുക്കൊക്കെ വിചാരിക്കുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും എന്തിനാണ് ലാംഗ്വേജിൻ്റെ ആവശ്യം എന്നുള്ള പോലെ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഷെഫിൻ്റെ ഒഴിവുണ്ടോ, എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്നുള്ള പോലെ. ഇതൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്. അവർ ഡിപ്ലോമ ചെയ്താൽ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലാംഗ്വേജസും പറഞ്ഞിട്ടുണ്ട്. ലക്സംബർഗിഷ്, ഫ്രഞ്ച് ഒക്കെ മാൻഡേറ്ററി ആയിട്ട് വേണ്ടതാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, യൂറോപ്യൻ ജോബ് മൊബിലിറ്റി പോർട്ടലിന്റെ വെബ്സൈറ്റ് ആയ EURES.Europa യൂറോപ്യൻ കൺട്രീസിലുള്ള എല്ലാ ജോബ് വേക്കൻസീസും ലിസ്റ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് അത്, ഇൻക്ലൂഡിങ് ലക്സംബർഗ്. സോ അത് എസ്പെഷ്യലി നോൺ യൂറോപ്യൻ സിറ്റിസൻസിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അത് ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ. സോ ഇതാണ് ഞാൻ പറഞ്ഞ ആ പോർട്ടൽ. ഇവിടെ പോയിട്ട് ഫൈൻഡ് എ ജോബ് കൊടുക്കുക. അതിനുശേഷം യൂറോപ്പിലെ എല്ലാ ജോലികളും അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് വേണ്ട കൺട്രി ലക്സംബർഗ് ആണ്. സോ ലക്സംബർഗ് ഫിൽറ്റർ കൊടുത്തതിന് ശേഷം സെർച്ച് ചെയ്യുമ്പോൾ അതിൽ കാണുന്നത് ഏകദേശം ഒരു 2602 വേക്കൻസിയോളം ഉണ്ടെന്നാണ്. പക്ഷേ എപ്പോഴും ആലോചിക്കുക നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം, ബിക്കോസ് എല്ലാതും ഇംഗ്ലീഷിലായിരിക്കില്ല. ഇവിടെ ഞാൻ കണ്ടത് കൂടുതലും സ്കിൽ ജോലികളും അതേപോലെ തന്നെ അൺസ്കിൽ ജോലികളുടെ വേക്കൻസിയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആമസോണിൽ പ്രൊഡക്റ്റ് മാനേജർ സ്കിൽഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. ബട്ട് അതേപോലെ തന്നെ ഒരു കുക്കിൻ്റെ ജോലിയും ഞാൻ കണ്ടു. സോ കുക്കിൻ്റെ ജോലി എടുത്ത് നോക്കുമ്പോൾ വേറെ ലാംഗ്വേജിലാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഫ്രഞ്ച് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു ഇംഗ്ലീഷിലേക്ക്. അവരുടെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. റിക്വയർമെൻറ്റ്സിലൊക്കെ ലാംഗ്വേജസ് അത് ഏത് ലെവൽ ഓഫ് ഫ്രഞ്ചാണ് വേണ്ടത്, B1 ആണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ എക്സ്പീരിയൻസും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരൊരു ഏജൻസി വഴി അങ്ങനെയൊന്നുമല്ല, ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം, ഇമെയിൽ അയക്കണം. ജോബ് വേക്കൻസി ഐഡിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒരു റോള് നോക്കാം. കൂടുതലും ആൾക്കാർ എൻ്റെ അടുത്ത് അൺസ്കിൽഡ് ജോലികൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഞാൻ ഈ വീഡിയോയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനത്തെ ജോലികളുടെ ഓപ്പണിങ്സും അതിൻ്റെ റിക്വയർമെൻറ്റ്സും ഒക്കെയാണ്. അപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ് ഈ വുഡ് കാർപ്പൻറ്റർ. അതൊക്കെ എന്തായാലും അൺസ്കിൽഡ് കാറ്റഗറിയിൽ വരുന്നതാണ്.
ഈ പറഞ്ഞ പോലെ തന്നെ അവർ കൃത്യമായിട്ട് ജോബ് റിക്വയർമെൻറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ B1 ആയിരുന്നു ലാംഗ്വേജ് ലെവൽ അവർ പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ഇവിടെ A1 ആണ്. A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗിനർ ലെവൽ ആയാലും മതി. സോ ഫ്രഞ്ച്, പോർച്ചുഗീസൊക്കെ A1 ലെവലാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ Indeed.lu ഈ വെബ്സൈറ്റിലും ഞാൻ കുറേ അൺസ്കിൽഡ് ജോലികൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ നമുക്കൊന്നെങ്കിൽ നമ്മുടെ CV പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ സെർച്ച് ചെയ്യാം ലക്സംബർഗ് വെച്ചിട്ട്. ഇതിലിപ്പോൾ ഒരു കാര്യമുണ്ട്. ഇതൊരു ഗാർഡനറിൻ്റെ റോളാണ് ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ വെറുതെ ലക്സംബർഗ് വെച്ച് സെർച്ച് ചെയ്തതാണ്. പക്ഷേ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റോള് ഫ്രഞ്ചിലായിരുന്നു. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇംഗ്ലീഷിൽ ഇതാക്കാൻ പറ്റിയത്. ഇത് ഞാൻ പെട്ടെന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ അങ്ങനെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ജോബ് ഡിസ്ക്രിപ്ഷൻ വേറെ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ മിനിമം എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നാണ്. സോ ഇത് ഫ്രഞ്ചിലായിരുന്നു. അതുകൊണ്ടായിരിക്കും അവർ സ്പെസിഫിക് ആയിട്ട് പറയാത്തത്. അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് അൺസ്കിൽ ജോലികൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആക്ഷൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു കടയിൽ സ്റ്റോർ ക്ലർക്ക്. ഞാനിതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ആക്ഷനിലൊന്നും പോയി കഴിഞ്ഞാൽ ഒരൊറ്റ സ്റ്റാഫ് ഇംഗ്ലീഷ് സംസാരിക്കില്ല, ഫ്രഞ്ച് മാത്രമേ സംസാരിക്കൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. സോ ആക്ഷനിലും ഇതേപോലത്തെ ഒരു ഒഴിവുണ്ട്. അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫ്ലുവൻ്റ് ആയിരിക്കണം ഫ്രഞ്ചിൽ എന്നുള്ള പോലെ. അതേപോലെ തന്നെ പെട്ടെന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫുഡ് ലോക്കർ എന്ന് പറഞ്ഞൊരു കടയിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഒഴിവ് അവർ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് ലോക്കർ എന്ന് പറയുന്നത് ഒരു ഷൂസും ചെരുപ്പും ഒക്കെ ഉള്ളൊരു കടയാണ്. അവിടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അവർ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ eurojobs.com ആണ് കേട്ടോ. ഞാൻ അറിയുന്ന വീഡിയോയിൽ .lu എന്നാണ് പറഞ്ഞത്, അതാണ് ഞാൻ കട്ട് ചെയ്തത്. സോ ഇതിൽ ഈ പറഞ്ഞ പോലെ ലക്സംബർഗ് വെച്ച് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ജോബ്സ് വന്നിട്ടുണ്ടായിരുന്നു. 58 ജോബ്സ് ആയിരുന്നു ലിസ്റ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. കൂടുതലും സ്കിൽഡ് ജോലികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഞാൻ ജസ്റ്റ് ഒരു IT റോൾ എടുക്കാമെന്ന് വിചാരിച്ചു, senior.net ഡെവലപ്പർ. അതിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്ലുവൻസി ഇൻ ബോത്ത് ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അൺസ്കിൽ ജോലികൾക്ക് മാത്രമല്ല ചില സ്കിൽ ജോലികൾക്കും അവർ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ള പോലെ കാണാറുണ്ട്. ഇനിയിപ്പോൾ ഒരു മിഡ് വൈഫിൻ്റെ റോളാണ്, IT അല്ല, വേറെ മെഡിക്കൽ സെക്ടറിലേക്ക് കടന്നു. അവരതിൽ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക, നമുക്ക് വർക്ക് പെർമിറ്റിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ പാസ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിൻ്റെ ആവശ്യമുണ്ട് ഈ റോളിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഫ്രഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇതൊക്കെ മനസ്സിലായത്. ഈ മെഡിക്കൽ റിലേറ്റഡ് ജോബ്സും ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. നഴ്സിംഗ് മാത്രമല്ല ഇതേപോലത്തെ ജോലികളും ചോദിക്കാറുണ്ട്. സോ ഇവിടെ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനത്തെ ജോലികൾക്കൊക്കെ. ലാംഗ്വേജ് മാത്രമല്ല അവർ പറഞ്ഞിട്ടുണ്ട് only complete application sent via online platform will be considered. ഒരു ഏജൻസി വഴിയൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ഇതൊക്കെ അയക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വർക്ക് പെർമിറ്റ് ആവശ്യമാണോ എന്ന് അതിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ യെസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ 100% ഫിക്സ് ടേം കോൺട്രാക്റ്റ് ആണ്. പിന്നെ ലക്സംബർഗിന് തന്നെ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസിയായ ADEM. സോ ഈ ADMന്റെ വെബ്സൈറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ലക്സംബർഗിന് പുറത്തുനിന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. പക്ഷേ ഈ ADMന്റെ വെബ്സൈറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ജോബ് സീക്കർ സെക്ഷനിൽ നമുക്ക് ജോബ് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിലേക്ക് തന്നെയാണ് കേട്ടോ റീഡയറക്റ്റ് ചെയ്യുന്നത്, workinluxembourg.lu. പിന്നെ അടുത്തത് moviejob.com. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കമ്പനി വെബ്സൈറ്റ്സ്. സോ കമ്പനി വെബ്സൈറ്റ്സിന്റെ കരിയർ പേജിൽ പോയിട്ട് നോക്കുക. അതേപോലെ തന്നെ ലിങ്ക്ഡിൻ നല്ലൊരു ഓപ്ഷനാണ്. ലിങ്ക്ഡിനിൽ പോയിട്ട് ലൊക്കേഷൻ ലക്സംബർഗ് കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഡെസിഗ്നേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് റോളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതും ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ ലക്സംബർഗിൽ തന്നെ ഉള്ള കുറച്ച് റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ഉണ്ട്. എഡെക്കോ ലക്സംബർഗ്, മാൻ പവർ ലക്സംബർഗ്, റാൻസ്റ്റാൻഡ് ലക്സംബർഗ്, പിന്നെ careerjet.lu എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും കൂടെ ഉണ്ട്. ഞാനിങ്ങനെ എല്ലാ വെബ്സൈറ്റും കാണിച്ച് ബോറടിപ്പിക്കുന്നുണ്ടല്ലേ, പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഓടിച്ചു പോവാം. ജർമ്മനിലായിരുന്നു ഈ വെബ്സൈറ്റ് ഉണ്ടായിരുന്നത്, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഈ വെബ്സൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറീസും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് പെർ ഇയർ. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അസിസ്റ്റൻറ്റോ അങ്ങനെ എന്തോ ഒരു റോളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് ഉള്ളത് എന്നുള്ളത് പോലെയും സാലറിയും കൊടുത്തിട്ടുണ്ട്. സോ 30,000 to 35,000 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 3 ലക്ഷം 3.5 ലക്ഷം എന്നൊക്കെ വരും. നിങ്ങൾ ആഡിലൊക്കെ കാണാറില്ലേ ലക്ഷങ്ങളുടെ സാലറി. സോ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അവരങ്ങനെ പറയുന്നുണ്ടാവുക. സോ ഇവിടെയും ഒരുപാട് റൂൾസ് ലിസ്റ്റഡ് ഉണ്ടായിരുന്നു വിത്ത് സാലറി. ഒരുവിധം എല്ലാ വെബ്സൈറ്റുകളും ഞാനിപ്പോൾ പറഞ്ഞു. സോ ഞാനിപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളൊക്കെ നമ്മൾക്ക് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ലക്സംബർഗിൻ്റെയും യൂറോപ്പിൻ്റെയും പുറത്തുനിന്നൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മോസ്റ്റ്ലി എല്ലാത്തിനും പറ്റും. പക്ഷേ നമ്മൾക്ക് തിരിച്ച് ഇൻ്റർവ്യൂ കോള് വരാനുള്ള സാധ്യതകൾ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ ഓൾറെഡി യൂറോപ്പിൽ തന്നെയുള്ള ആളാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വർക്ക് പെർമിറ്റ് ഉള്ള ആളാണോ, നിങ്ങൾ ഇവിടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നിട്ട് വേറെ വർക്ക് ഓത്തറൈസേഷൻ്റെ ആവശ്യമില്ലാത്ത ആൾക്കാരാണോ. സോ അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവിനുള്ള കോള് കിട്ടുന്നത്. അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് ഞാനിപ്പോഴേ
ഫേസ് ടു ഫേസ് പറയാം, ഒരുപാട് റിജക്ഷൻസിന് സാധ്യതയുണ്ട്. പക്ഷേ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം, കമ്പനി സൈറ്റ് വഴി അപ്ലൈ ചെയ്യണം, ജോബ് പോർട്ടൽസ് വഴി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഏതൊക്കെയാണ് ജോബ് പോർട്ടൽസ് എന്നുകൂടെ പറഞ്ഞു തരേണ്ട ഒരു ഉത്തരവാദിത്തം കൂടെ ഉണ്ടല്ലോ. അതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കൊരു ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ ജോലികളൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ലക്സംബർഗ് പോലെ ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലാത്ത ലക്സംബർഗ് പോലത്തെ രാജ്യങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടേതായ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും ഹെൽപ്ഫുൾ ആണ്. ഇവിടെ ജീവിക്കാനാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുമ്പോഴും ഇവിടെ ജോബ് സെർച്ചിന് വേണ്ടിയിട്ടും. സോ നിങ്ങൾ ലക്സംബർഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലാംഗ്വേജ് ഒക്കെ പഠിച്ച് വെക്കാൻ നോക്കുക. ഫ്ലുവൻസി ലെവലൊന്നും അല്ലെങ്കിൽ കൂടെ ഒന്ന് നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ, അവരെപ്പോഴും ചോദിക്കുന്ന ഒരു B2 ലെവലൊക്കെയാണ്. ഞാനിവിടെ ഒരു ഏജൻസീസിനെ പറ്റിയിട്ടും പറയുന്നില്ല, ഏജൻസീസ് വഴി ഇവിടെ ജോലി കിട്ടുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് ഇപ്പോഴും ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഞാൻ എഡെക്കോ, മാൻ പവർ, റാൻസ്റ്റാൻഡ് പറഞ്ഞിരിക്കുന്നത് ലക്സംബർഗിൽ പ്രവർത്തിക്കുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ആണ്. പിന്നെ ലക്സംബർഗിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലുള്ള ഏത് രാജ്യത്തേക്കും നിങ്ങൾ ജോലി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ CV-യും കവർ ലെറ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡോക്യുമെന്റ്സ് ആണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് CV ഫോർമാറ്റ് ചെയ്യേണ്ടത് ലക്സംബർഗിലേക്ക് എന്നൊക്കെ. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ആസ് സച്ച് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ലക്സംബർഗിലേക്ക് CV പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യരുത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് പിക്ചേഴ്സ് സഹിതം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. സോ ആ ഡോക്യുമെന്റ് എനിക്ക് എവിടുന്നാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഗവൺമെന്റിന്റെ തന്നെ ഒരു ഏജൻസി ഉണ്ട്, ആഡം എന്ന് പറഞ്ഞിട്ട്. സോ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്, ടിപ്സ് ഓൺ റൈറ്റിംഗ് എ CV ആൻഡ് കവറിംഗ് ലെറ്റർ. സോ അതെന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ടും ഇനി നെക്സ്റ്റ് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം. അതേപോലെ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കളക്ട് ചെയ്തിട്ട് എല്ലാ ജോബ് സൈറ്റ്സും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ ജോബ് വെബ്സൈറ്റ്സും അതിൻ്റെ കൂടെ തന്നെ CV എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറയുന്ന ആ ഡോക്യുമെൻറ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.